ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിനെ കുറിച്ച് ജനങ്ങൾ അശ്രദ്ധരാണ്. അപ്പൊ ചോദിച്ചു, അതെന്താ ഏറ്റവും വലിയ ഇബാദത്ത്, ശ്രേഷ്ഠമായ ഇബാദത്ത് അത് ഏതാണ്? അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അത് വിനയമാണ്, തവാളുവാണ്. റളിയല്ലാഹു അൻഹ പറയാണ്, കണ്ടുമുട്ടുന്ന മുസ്ലിമീങ്ങളോടെല്ലാം ആദ്യം സലാം പറയുന്നത് വിനയമാണ്. ഒരു മജ്ലിസിൽ താഴ്ന്ന പദവിയിൽ തൃപ്തിപ്പെടുന്നതും നിന്റെ നന്മയുടെയും തഖ്വയുടെയും അടയാളങ്ങളാണ്. മാത്രല്ല, നിന്റെ നന്മയും തഖ്വയുണ്ടല്ലോ, അത് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് വെറുക്കലും, അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലോ, അതൊക്കെ ഇങ്ങനെ വെറുക്കുക. അത് ജനങ്ങൾ ഭയങ്കര പുകഴ്ത്തി പറയാ, ഇതിനെക്കുറിച്ച് ഭയങ്കര മദ്ഹ് പറയാ, ഇതൊക്കെ വെറുക്കുന്നതും വിനയത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നമുക്കൊക്കെ എന്താ വെച്ചാൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ മുമ്പന്തിയിൽ നമ്മളെ കൊണ്ടുപോയിരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷയമാണ്, നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളല്ലേ. ഇത് എന്നെ മുമ്പിലെത്തിയില്ല, എന്നെ സ്റ്റേജിൽ കൊണ്ടുവരുത്തിയില്ല, പണ്ടല്ല പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളും സംഭവിക്കുന്ന അങ്ങനെയല്ലേ. ഇത് ഒരു മഹല്ലിൽ ഒരു പരിപാടി നടക്കുകയും വിചാരിക്കുക, ആ പരിപാടി നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ കൊണ്ടുവരുത്തിയില്ല, മുമ്പ് തന്നെ കൊണ്ടുവരുത്തിയില്ല, എനിക്ക് മുമ്പ് സീറ്റ് തന്നില്ല. പക്ഷെ അവിടെ വലിയ പണ്ഡിതന്മാരും സദാത്യങ്ങളും വരുന്നുണ്ടാവും, എന്നാലും ഓൻ മുമ്പ് കൊണ്ടിരിക്കണം, ഫസ്റ്റത്തെ സ്റ്റേജ് കിട്ടണം, ഫസ്റ്റത്തെ സീറ്റ് കിട്ടണം. അത് ആ അഹങ്കാരമാണ്. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഞാൻ എനിക്ക് തന്നെ അവിടെ പോയിരിക്കാൻ അർഹതയില്ല. ചിലപ്പോൾ നമ്മളൊക്കെ കൊണ്ടുപോയി ആനയിച്ച് അവിടെ കൊണ്ടേ ഇരുത്തും. ഏത് വലിയ ആനയിച്ച് നമ്മളെ ശാസ്ത്രം സ്റ്റേജിലൊക്കെ മുമ്പന്തിയിൽ കൊണ്ടിരുത്തും. അപ്പൊ നമ്മളെ മനസ്സിലിരിക്കേണ്ട കുറച്ചോ, ഞാൻ പഠിക്കാൻ അർഹനല്ല, ഞാനവിടെ താഴ്ച അവിടെ ഇരിക്കാൻ അർഹന, അവിടെ ഇരിക്കുന്ന ആൾക്കാർ പഠിക്കാനാണ്, പക്ഷെ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് ഇരുത്തിയോ. അത് ആ ചിന്തയാണ് വേണ്ടത്, അല്ല ജനങ്ങളെ ഒപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്നും മറിക്കാത്തല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ അഹ്ലുകാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.